നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മമ്മൂട്ടി രാജ്യസഭാ MP ആയി കേരളത്തിലേക്ക് വരും. എല്ലാവിധ അനുഗ്രഹാശസ്സുകളുമായി പിണറായി വിജയൻ മുൻപന്തിയിലുണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു രാജ്യസഭയിലേക്ക് പ്രതിനിധിയായി മമ്മൂട്ടി അയക്കണമെന്നുള്ളതും ജനങ്ങളൊക്കെ അത് സ്വീകരിച്ച് നെഞ്ചിലേറ്റി ഇടതു സർക്കാരിനെ വാനോളം പുകഴ്ത്തണമെന്നും. പക്ഷേ ആ തീരുമാനത്തിന് ഇടങ്കോലിട്ട ഒരു വിവരം തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത്. അതിനിടയിൽ മമ്മൂട്ടി എന്തുകൊണ്ട് പിണറായി വിജയനെ അത്രയധികം കുറ്റപ്പെടുത്തി വിമർശിച്ച് പിണറായി വിജയൻ കേൾക്കെ തന്നെ സംസാരിച്ചത്, അതേക്കുറിച്ചുള്ള വിശദീകരണം തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത്. മലയാള സിനിമയിലെ മെഗാസ്റ്റാറായ മമ്മൂട്ടി രാജ്യസഭാ MP ആവാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. പക്ഷേ അതില്ലാതാക്കിയത് ചിലരുടെ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ചുകൊണ്ട് നടനും സംവിധായകനുമായിട്ടുള്ള ആലപ്പി അഷ്റഫാണ് രംഗത്ത് വരുന്നത്. സിനിമാ ചലച്ചിത്ര മേഖലയിലെ പല ഞെട്ടിക്കുന്ന വിവരങ്ങളും ഇതിനോടകം തന്നെ ആലപ്പി അഷ്റഫ് പല എപ്പിസോഡുകളായി പുറത്തുവിട്ടിട്ടുണ്ട്. പല രഹസ്യങ്ങളും ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടാസിനെക്കാളും മുന്നേ തന്നെ ഒരുപക്ഷേ മമ്മൂട്ടി പാർലമെൻറ്റിലെത്തിയേനെ, MP ആയേനെ. ഇങ്ങനെയുള്ള ചൂടുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് ആലപ്പി അഷ്റഫ്. മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് അങ്ങനെ അയക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്ന പിണറായി വിജയന്റെ മനസ്സിലിരിപ്പാണ് അത് നടക്കാതെ പോയതിൻ്റെ കാരണക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെക്കുറിച്ചാണ് ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പഴയ മമ്മൂട്ടിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ സ്വഭാവത്തിലൊക്കെ പ്രകടമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കഴിയുന്നതും പരമാവധി വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് മമ്മൂട്ടി ആഗ്രഹിക്കുന്നതെന്നാണ് സംവിധായകൻ പറയുന്നത്. മമ്മൂട്ടി ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്കൊക്കെ തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ ഉപദേശവും ഏറെ ശ്രദ്ധേയമായി മാറിയതും അതൊക്കെ വാർത്താ പ്രാധാന്യം നേടിയതും. ഇനി മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിണറായി വിജയന് മമ്മൂട്ടിയോടൊരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഒക്കെ തന്നെയുണ്ട്. ഞാൻ ഇന്നിവിടെ തുറന്നു പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ചിലർക്ക് വിശ്വാസയോഗ്യമായി തോന്നില്ല എന്നാണ് ആലപ്പി അഷ്റഫ് മുഖവിരയോടുകൂടി പറയുന്നത്. പക്ഷേ സത്യത്തെ സ്വർണ്ണപാത്രം ഉപയോഗിച്ച് മൂടി വെച്ചാലും ഒരു നാൾ അത് മറനീക്കി പുറത്തു വരുമെന്നുള്ളത് തീർച്ചയാണ്. അതൊരു പ്രകൃതി നിയമമാണ്. മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രിക്ക് ഒരു തീരുമാനമുണ്ടായിരുന്നു, മനസ്സിലൊരാഗ്രഹമുണ്ടായിരുന്നു. മമ്മൂട്ടി കൂടുതൽ വിശ്വസിക്കുകയും അതുപോലെ സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്ന ചുരുക്കം ചില സ്നേഹിതന്മാരാണ് അദ്ദേഹത്തിന് ചുറ്റുമുള്ളത്. പാർട്ടിക്കുള്ളിലും അങ്ങനെയുള്ളവരുണ്ട്. മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം അവരിൽ ചിലരെയൊക്കെ തന്നെ അലോസരപ്പെടുത്തുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ഓഫർ മമ്മൂട്ടി സ്വീകരിച്ച് MP ആയി പോകുമോ, രാജ്യസഭയിലെത്തുമോ എന്നുള്ള ഒരു സംശയം ഏവർക്കും ഉണ്ടായിരുന്നു. ഒരിക്കൽ മമ്മൂട്ടിയുടെ വിശ്വസ്തനായ സ്നേഹിതൻ മുഖ്യമന്ത്രിയുടെ ചേംബറിലിരിക്കുന്നു. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, സംസാര വിഷയം, അതേക്കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ മമ്മൂട്ടിയെ ഫോൺ ചെയ്യുന്നു. ഈ സ്നേഹിതനാകട്ടെ മുഖ്യമന്ത്രിക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. മമ്മൂട്ടി ആ വിഷയത്തിൽ കണക്കിന് പ്രതികരിച്ചു. തൻ്റെ നിലപാടെന്തെന്നുള്ളത് വ്യക്തമായി തന്നെ നിശ്ചിതമായി തന്നെ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. സ്നേഹിതൻ ഫോൺ സംഭാഷണം വളരെ വേഗത്തിൽ സ്പീക്കറിലിട്ട് മുഖ്യമന്ത്രിയെ കേൾപ്പിക്കുന്നു. ഇതൊന്നും തന്നെ അറിയാതെ മമ്മൂട്ടി തൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു. എന്താണ് അദ്ദേഹം കാണിക്കുന്നത്? അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാകുന്നില്ലേ? ഇതൊക്കെ ശരിയാണോ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി കേൾക്കെ മമ്മൂട്ടി ചോദിക്കുന്നത്. പരസ്യമായി അവിടെ വെളിപ്പെടുത്തി. നേരിട്ട് കേൾക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് വലിയ മാറ്റമുണ്ടായതായി അതിലൂടെ വ്യക്തമായി. അത് കേട്ട് മുഖ്യമന്ത്രി വല്ലാതെ അസ്വസ്ഥനാകുകയും ചെയ്തു. മമ്മൂട്ടിയെക്കുറിച്ച് ആരും തന്നെ മോശമായി സംസാരിക്കുന്നത് പോലും മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ല. അതിനുള്ള ഉദാഹരണം തന്നെ ഒട്ടനവധിയുണ്ട്. കൈരളി TVയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒരിക്കൽ ഡൽഹിയിൽ ചാനൽ മീറ്റിംഗിൽ വെച്ച് മമ്മൂട്ടിയെക്കുറിച്ച് ആരോ സംസാരിച്ചു. മോശമായി സംസാരിച്ചപ്പോൾ പിണറായി ദേഷ്യത്തോടെ ഇരിയട എന്ന് പറഞ്ഞതൊക്കെ ചാനലിലൂടെ നമ്മൾ കണ്ടതല്ലേ എന്നും ആലപ്പി അഷ്റഫ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്രയധികം വാത്സല്യമാണ്, സ്നേഹമാണ്, കരുതലാണ് മമ്മൂട്ടിയോട് പിണറായി വിജയനുള്ളത്. എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ സംസാരം കേട്ട പിണറായി വിജയൻ പിന്നീട് ഒന്നും തന്നെ മിണ്ടിയില്ല. വളരെ വിഷമത്തിലായിരിക്കുമെന്നുള്ളത് ഊഹിക്കാവുന്നതാണ്. ശേഷം വന്ന ജോലി കൃത്യമായി ഫലപ്രദമായി തന്നെ നിർവഹിച്ച ആ സ്നേഹിതൻ സന്തോഷത്തോടെ തന്നെ മടങ്ങിപ്പോയി. എന്തായിരുന്നാലും MP സ്ഥാനം തട്ടിത്തെറിപ്പിച്ചു എന്നുള്ളത് ഉറപ്പായി. പിന്നീട് ഒരു കാലത്ത് ഈ വിവരം മമ്മൂട്ടി അറിഞ്ഞു. ആരോ മമ്മൂട്ടിക്ക് ഈ വിവരം ചോർത്തി കൊടുത്തു. താൻ അത്രയധികം വിശ്വസിച്ച ആത്മാർത്ഥമായ സുഹൃത്ത്, കൂട്ടുകാരൻ, സ്നേഹിതൻ തന്നെ ചതിച്ചുവെന്ന് മനസ്സിലായി. അങ്ങനെ മമ്മൂട്ടി നേരെ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു. എന്താണ് ശരിക്കും ഉണ്ടായതെന്നുള്ളത് വിശദീകരിച്ചു. താൻ അങ്ങനെ എന്തുകൊണ്ട് സംസാരിച്ചു എന്നുള്ള കാരണവും തുറന്നു പറഞ്ഞു. അങ്ങനെ ആ പ്രശ്നം അവിടെ വെച്ച് പരിഹരിച്ചു.
താൻ ഈ പറഞ്ഞ കാര്യം പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കിടയിൽ പരസ്യമായ രഹസ്യമാണെന്ന് ആലപ്പി അഷ്റഫ് ഇക്കൂട്ടത്തിൽ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ മമ്മൂട്ടിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് വലിയൊരു വിലങ്ങുതടിയായി മാറിയ ആ സ്നേഹിതൻ ആര് എന്നുള്ള കാര്യം വെളിപ്പെടുത്താതെ ആലപ്പി അഷ്റഫ് തൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. 73 വയസ്സ് പിന്നിട്ടിട്ട് പോലും ഇന്ത്യൻ സിനിമാ ലോകത്ത്, സിനിമാ മേഖലയിൽ നിറഞ്ഞാടുകയാണ്, ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ പ്രായത്തിലും മമ്മൂട്ടി. ഈ അടുത്ത കാലമായി യങ് ജനറേഷനെ പോലും, പുതുതലമുറ നടന്മാരെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റ് സെലക്ഷനും അതുപോലെ അഭിനയവും ഒക്കെ തന്നെ ഏവരെയും അമ്പരപ്പെടുത്തുകയാണ്. എല്ലാ ചിത്രങ്ങളും ഹിറ്റടിക്കുന്നു, വിജയ തേരോട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ തൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയും ആ രീതിയിൽ തന്നെ സജീവമായി പ്രവർത്തിക്കുന്നു. യുവാക്കളെക്കാൾ ട്രെൻഡഡായും അപ്ഡേറ്റഡായും അറിവും ഒക്കെ തന്നെ നേടിയാണ്, ടെക്നിക്കൽ നോളജ് അടക്കം നേടിയാണ് മമ്മൂട്ടി ഈ മേഖലയിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. മലയാളത്തിലെ മറ്റുള്ള മുൻനിര താരങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കാഴ്ചപ്പാടിൽ പോലും വ്യത്യസ്തത പുലർത്തുന്ന ഒരു നടൻ കൂടിയാണ് മമ്മൂട്ടി. ഒപ്പം ചാരിറ്റി മേഖലയിൽ അടക്കം അദ്ദേഹത്തിൻ്റെ സംഭാവന ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. മലയാള സിനിമയിൽ പല താരങ്ങളും പലരും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നുണ്ട്, അതൊക്കെ അറിയാവുന്നതുമാണ്. എന്നാൽ സിനിമയിലായിരുന്നപ്പോൾ കിട്ടിയ സ്വീകാര്യത രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലർക്കും കിട്ടാറില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മമ്മൂട്ടി ഈ ഡീൽ, ഈ ഒരു ഓഫർ, ഈ ഒരു സമ്മാനം അത് സ്വീകരിക്കുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ആകാംക്ഷാഭരിതമായി നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.